ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിലാരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിൻ്റെ എനർജി നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ അവർക്ക് നിങ്ങളെക്കുറിച്ചോ നിങ്ങൾക്ക് അവരെക്കുറിച്ചോ പരസ്പരം യാതൊന്നും അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഏകദേശം അവസാനിച്ചു പോയിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പെയിൻ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. ആ ഒരു ഹൃദയവേദന നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായിപ്പോയ ആ ഒരു സാഹചര്യത്തെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് വേദന ഉണ്ടാവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലെ ഇഷ്ടം അവസാനിച്ചു പോയതായിട്ട് ഇവിടെ കാണുന്നില്ല. ഈ വ്യക്തി ഇപ്പോഴത്തെ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരുടെ മനസ്സിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടാകാം. ഈ വ്യക്തിക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് നിങ്ങളുടെ മെമ്മറീസ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. മേ ബി ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെയാകാം പൂർണ്ണമായും നിങ്ങളെ മറന്നു പോകാൻ ഈ ഒരു വ്യക്തിക്ക് സാധിക്കാത്തത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് പഴയതുപോലെ നിങ്ങളോട് അടുപ്പമില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു വിളിപ്പാട് അകലെയെങ്കിലും നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലെന്നും. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ അത്ര നല്ല രീതിയിൽ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ചിലവരെ സംബന്ധിച്ച് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി പോലെ കഴിഞ്ഞതാകാം, അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തതുമാകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത്. അന്ന് ചിലപ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനെ മറികടക്കാൻ സാധിക്കുമെന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അത് കാരണം ഒരുപാട് പെയിൻ അനുഭവിച്ചിരുന്നു എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം നിങ്ങൾ ആ ഒരു വിഷമത്തിൽ നിന്ന് പതിയെ കരകയറിയിട്ടും ഉണ്ടാകാം. നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മാറിയ ഒരു അവസ്ഥയിലായിരിക്കാം ഇപ്പോഴുള്ളത്. പക്ഷെ നിങ്ങളെ വേദനിപ്പിച്ച ഈ ഒരു വ്യക്തി ഇന്ന് ആ ഒരു പഴയ കാര്യങ്ങൾ ചിന്തിക്കുകയും ഏറെ വേദനിക്കുന്ന സിറ്റുവേഷനിൽ എത്തുകയും ചെയ്തെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലൊക്കെ ആയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ ഇന്ന് ആ വേദനയിൽ നിന്ന് കരകയറിയിരിക്കുന്നു. പക്ഷേ എന്നാൽ ഈ ഒരു വ്യക്തിയാകട്ടെ അന്ന് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ചില തിരിച്ചറിവുകൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമുക്കതെല്ലാം തിരിച്ചു കിട്ടാനാവാത്ത വിധം നഷ്ടമാകുമ്പോഴായിരിക്കും അല്ലേ. അപ്പോഴാണ് നഷ്ടമായതിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ അതൊന്നും നിങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിച്ച വ്യക്തിയുമായിരിക്കാം. എന്തായാലും ചീറ്റിംഗ് എന്ന രീതിയിൽ ഇവിടെ പല കാര്യങ്ങളും സംഭവിച്ചതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ 7 of Swords കിട്ടിയതുകൊണ്ട് തന്നെ ഒരു ചീറ്റിങ്ങിനെയാണ് അത് കാണിക്കുന്നത്. പക്ഷെ അതൊക്കെ ചെയ്തപ്പോഴും ഈ വ്യക്തിക്ക് തീരെ കുറ്റബോധം ഉണ്ടായിരുന്നില്ല. ആ കർമ്മയുടെ ഒരു എഫക്റ്റാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടികൾ എന്നുള്ളത്.
അതുകൊണ്ട് തന്നെയാകാം ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എങ്ങനെയെന്നുള്ള ചോദ്യം ഈ വ്യക്തിയെ കുഴപ്പിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എന്നും കൂടെ വേണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് അകലെ പോയിരിക്കുന്നു. എങ്കിലും അവരിലേക്ക് അടുപ്പിക്കാനായി ഈ വ്യക്തി നോക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരാളായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിനെ നല്ല രീതിയിൽ പേടിക്കുന്ന ഒരു നേച്ചർ ആയിരിക്കാം. അതൊക്കെ കൊണ്ടായിരിക്കും ഈ വ്യക്തി നിങ്ങളെ അന്ന് വേണ്ടാന്ന് വെച്ച് പോയിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എന്തായാലും അവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നു. ഇനി എന്ത് വന്നാലും വേണ്ടില്ല, എനിക്കൊന്നും കുഴപ്പമില്ല എന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതിനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആകാം, അല്ലെങ്കിൽ 24 to 48 അവേഴ്സിനുള്ളിലാകാം ഈ ഒരു വ്യക്തിയിൽ നിന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ കോണ്ടാക്ട് കിട്ടാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലായിട്ട് കാണുന്നു. കാരണം ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷനിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ സ്നേഹമുള്ള വ്യക്തിയാണ്. നിങ്ങൾ അത്രയും സത്യസന്ധതയോട് കൂടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നത്. ഞാൻ അങ്ങനൊന്നും പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലേക്ക് പോയത് ചിലപ്പോൾ ഈ വ്യക്തിയോട് ക്ലാരിറ്റി ചോദിച്ചപ്പോൾ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ കടന്നു വന്നിട്ടും ഉണ്ടാകാം. ഇവിടെ നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ 100% ലോയൽ ആയിരിക്കാം. പക്ഷെ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്താൽ ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാനായിട്ട് ഒരു മനസ്സുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ 100% ലോയലായി നിൽക്കുമ്പോൾ തിരിച്ചൊരു ചീറ്റിംഗ് നിങ്ങൾ ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങളെ ഇനിയും അവരുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അതുകൊണ്ട് ഏത് വിധേനയും നിങ്ങളെ തിരികെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഏതു വഴിയും സ്വീകരിക്കുമെന്ന മട്ടിൽ നിൽക്കുകയാണ്. ഇനി എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇനി നിങ്ങളെ നേടാനായി ഒരുപാട് കടമ്പകൾ ഉണ്ടായിരിക്കാം. തന്നെയുമല്ല, നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് ഈ വ്യക്തിക്ക് അറിയുകയുമില്ല. എങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, നിങ്ങൾ ആ ഒരു വ്യക്തിയോട് ക്ഷമിക്കുമെന്നുള്ളത്. എന്തായാലും ഈ വ്യക്തി ഇപ്പോൾ പാസ്റ്റ് എനർജിയിൽ സ്റ്റക്കാണ്. നിങ്ങളുടെ കാര്യങ്ങളാണ് കൂടുതലും ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വന്ന ക്ലൂസ് നമുക്ക് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രം, എറണാകുളം 65 38 46 39. അശ്വതി നക്ഷത്രം നമ്പർ 1 49 നമ്പർ 14 2005 36. ലെറ്റർ M നമ്പർ 20 1964 അബ്രോഡ്. ഭരണി നക്ഷത്രം ലെറ്റർ Z 48 63. അനിഴം നക്ഷത്രം 28 ലെറ്റർ T നമ്പർ 5. മൂവീസ് മൂലം നക്ഷത്രം ആയില്യ നക്ഷത്രം 1994 നമ്പർ 17 29. ചെന്നൈ നമ്പർ 2 നമ്പർ 52. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വന്ന ക്ലൂസ്. പക്ഷേ ഈ ഒരു ക്ലൂസ് നിങ്ങളുടെ ആ ഒരു എനർജിയുമായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയാകും. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്.